നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണ ഒളിമ്പിക് മോഞ്ചറിൽ ഇന്ത്യൻ സമയം ടെക്നിക്കലി പറയാനായിട്ടാണെങ്കിൽ നാളെ കഴിഞ്ഞാണ് വരിക. നാളെയാണ് ശരിക്കും യൂറോപ്യൻ ടൈമിൽ. നമുക്ക് നാളെ വെളുപ്പിന് 12:30 നടക്കാൻ പോകുന്ന മത്സരത്തിൽ PSG നമ്മൾ നേരിടാൻ പോവുകയാണ്. ഈ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മാച്ച് ആർഗ്യുബിലി നമുക്ക് പറയാം. ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടാണ് വിന്നേഴ്സാണ് PSG. ബാർസലോണ സെമി ഫൈനലിസ്റ്റുകളാണ്. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഐ തിങ്ക് നമ്മൾ കുറച്ച് എന്നാ പറയാം, നേരത്തെ ആയിപ്പോയ മാച്ച് എന്ന് പറയേണ്ടി വരും. എല്ലാവരും ഫിറ്റ് അല്ല. കൂടാതെ മേ ബി ഒരു 2 ലെഗ്ഡ് ആയി ഫർദർ സെമീസിലോ ക്വാർട്ടേഴ്സിലോ ഒക്കെ എത്തുവാണെങ്കിൽ ഇവർ തമ്മിൽ വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു 2 ലെഗ്ഡ് ടൈ അല്ല. ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇഞ്ചറീസ് രണ്ട് ടീമിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ബാർസലോണ സൈഡിൽ നിന്ന് ഗ്യാവി, ഫെർമിൻ ലോപ്പസ് ബാളുടെ ലാസ്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ചിലപ്പോൾ സ്ക്വാഡിൽ ഇടം പിടിക്കും. സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ റഫീനയും ജോൺ ഗാർഷയും ഇല്ല. അപ്പുറത്തെ PSG അത്യാവശ്യം പറയുന്നുണ്ട്. ഡെംബലെയും മാർക്യൂനസും 100% ഔട്ടാണ്. ആൻഡ് റിപ്പോർട്ടുകൾ പ്രകാരം ഡെസറഡോയെ ഔട്ടാണെന്നാണ് എല്ലാ വാർത്തകളും വരുന്നത്. അപ്പോൾ ജാവനവസും വിറ്റീനെയും ഫാബിയൻ റൂസിനും ഇഷ്യൂസ് ഇല്ല. ഇവർ 3 പേരെയും ലാസ്റ്റ് പ്രിക്വേഷണറി ആയിട്ടാണ് ലാസ്റ്റ് മാച്ച് കളിപ്പിക്കാതിരുന്നതെന്നും അവർ 3 പേരും അവൈലബിൾ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മാർക്യൂനോസും ഔട്ടാണ് 100%. ഡൗട്ട്ഫുൾ കവർസ്കേലിയുടെ കാര്യത്തിലാണ്. സോ കവർസ്കേലി ആസ് ഓഫ് നൗ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആൾ ലാസ്റ്റ് ട്രെയിനിങ് സെഷനും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചിലപ്പോൾ സ്ക്വാഡിൽ ഇടം പിടിക്കാം. സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഗ്യാരണ്ടി ഇല്ല. സോ ഐ തിങ്ക് കാംഗ്ലി മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ഫീലാണുള്ളത്. ആൻഡ് നമുക്ക് നേരെ ടാക്ടിക്കൽ അനാലിസിസിലോട്ട് പോകാം. 2 കോച്ചുകൾ ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ PSG ലാസ്റ്റ് സീസണിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ആർസണൽ എവേ ആണെങ്കിലും ലിവർപൂൾ എവേ ആണെങ്കിലും അവർ എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിച്ചിട്ടില്ല. ഹൈലൈൻ എന്ന് പറഞ്ഞാൽ അവർ ലോ ബ്ലോക്ക് ഇടുമായിരുന്നല്ല, ബട്ട് ഡിഫെൻസീവ്ലി അവർ കുറച്ച് കൂടുതൽ അവെയർ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നുണ്ട്. സോ ഒളിമ്പിക് മോഞ്ചറി വന്നിട്ട് വിത്ത് ദർ അറ്റാക്കേഴ്സിന് ഇത്ര ഇഞ്ചുറി ഇഷ്യൂസും കുറച്ച് വെച്ചോണ്ട് അവർ എക്സ്ട്രാ അഗ്രസീവ്ലി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ലൂയിസ് എൻട്രിക്ക് ഒരു ടാക്ടീഷ്യനാണ്. വീക്ക്നെസ്സുകൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ നമ്മൾ ചെറുതായിട്ടുള്ള ഇപ്പോൾ ഇൻ പൊസഷൻ ബാർസലോണയും ഇൻ പൊസഷൻ PSG, ഔട്ട് ഓഫ് പൊസിഷൻ ബാർസലോണയും ഔട്ട് ഓഫ് പൊസിഷൻ PSG, ഈ ഒരു 4 അനാലിസിസ് ആണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ടൈം ലൈനും കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കാം ഏത് പോർഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം കേൾക്കാം. സോ നമുക്ക് ടാക്ടിക്കൽ അനാലിസിസിലോട്ട് കിടക്കാം. അതിനെടുത്ത് പറയേണ്ട ഒരു കാര്യം, മയൂലു സ്റ്റാർട്ട് ചെയ്യുമോ ഗോൺസാലോ റാമോസ് സ്റ്റാർട്ട് ചെയ്യുമോ ഫോർ PSG എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബാർസലോണയ്ക്ക് ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്യുമോ ഫെറാൻ ടോറസ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അനാലിസിസിലോട്ട് വരുമ്പോഴേക്കും 2 പ്ലേയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഐ തിങ്ക് ഫോർ PSG മയൂലു ഇസ് സ്റ്റാർട്ടിങ്. ഐ തിങ്ക് ഹി വിൽ ബ്രിങ് മോർ. കാരണം ഡെംബലെ ചെയ്യുന്ന ആ ഒരു വർക്ക് സെൻട്രൽ ഫോർവേഡായിട്ട് അഥവാ ഡ്രോപ്പ് ചെയ്ത് കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് മയൂലുക്ക് സാധിക്കും. സോ ഡെംബലെ ലെവൽ കിട്ടുമെന്നല്ല, ബട്ട് ഗോൺസാലോ റാമോസിനേക്കാൾ അത് കിട്ടും. സോ മേ ബി ഗോൺസാലോനേക്കാളും സാധ്യത മയൂലുവിന് സ്റ്റാർട്ട് ചെയ്യാനാണ്. ആൻഡ് PSG ഫാൻസിനിടയിൽ മയൂലു സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഒപ്പീനിയനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത്. സോ അനാലിസിസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നവരും പരിഗണിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും വേണമെങ്കിൽ പരിഗണിക്കുക. നമ്മൾ 15,000 ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ സെക്കൻഡ് ചാനലും ഒന്ന് നോക്കുക. ഞാൻ ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. സോ അതിൽ നമ്മൾ ഒരു ദിവസം തന്നെ 2 ബിഗ് മാച്ചസ് നടക്കുവാണ്. അതിൻ്റെ 2ൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് വേണമെന്നാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് മാച്ചിൻ്റെ അനാലിസിസ് നമ്മുടെ അടുത്ത ചാനലിലായിരിക്കും ഇടുക. സോ അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുവാണെങ്കിൽ ഇതായിരിക്കും 2 ടീമിൻ്റെ ലൈനപ്പ് എന്നാണ് എനിക്കിപ്പോൾ ഒരു ഫീൽ ഉള്ളത്. കാരണം ഐ തിങ്ക് ജെറാഡ് മാർട്ടിൻ വിൽ ബി സ്റ്റാർട്ടിങ്. കുബാർസി അറോഹോ ആയിരിക്കും സെൻട്രൽ ബാക്സ്. അസൈ സെഡ് കുണ്ടെ. ഓക്കെ, നമുക്ക് ബാർസ ലൈനപ്പിൽ അധികം തലവേനയില്ല. ലെവൻഡോസ്കി ആയിരിക്കോ ഫെറാൻ ടോറസ് ആയിരിക്കോ എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ 2 പേരുടെയും കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷേ PSG വരുമ്പം സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ, മയൂലു സ്റ്റാർട്ട് ചെയ്യുമോ അതോ ഗോൺസാലോ റാമോ സ്റ്റാർട്ട് ചെയ്യുമോ? ഞാൻ ഇപ്പം സ്റ്റാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് മയൂലു വിൽ സ്റ്റാർട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ആൻഡ് ബർക്കോളയും കവറച്ച്കേലിയും. സോ കവറച്ച്കേലിയ ലാസ്റ്റ് റീസെൻറ്റ് ട്രെയിനിങ് നടത്തിയിട്ടില്ല. സോ അതിനാൽ തന്നെ ഐ തിങ്ക് മിക്കവാറും കവറച്ച്കേലി ആയിരിക്കത്തില്ല സ്റ്റാർട്ട് ചെയ്യുക. മിക്കവാറും കാംഗ്ലീനെ ആ ഒരു സ്ഥാനത്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഫീലാണ് ഇപ്പോഴുള്ളത്. സോ ഐ തിങ്ക് കാംഗ്ലി വിൽ ബി സ്റ്റാർട്ടിങ് ദ. സോ നമുക്ക് നേരെ ഒന്ന് പ്രിവ്യൂലോട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇൻ പൊസഷൻ ബാർസലോണ ഇൻ പൊസഷൻ നമുക്കറിയാം നമ്മൾ എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈലൈൻ കളിക്കും. ഓക്കെ, സോ നമ്മൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, റാഷ്വർഡ് വിൽ പുഷ്, അതുപോലെ തന്നെ യമാൽ വിൽ പുഷ്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ലെവൻഡോസ്കി ഈ സെൻട്രൽ ബാക്സിനിടയിൽ പൊസിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഡാനി ഓൾമോ ഈ ഒരു ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സൊവീനോ ഡിയോങ് പുഷ് ചെയ്യും, പെഡ്രി പുഷ് ചെയ്യും, നമ്മുടെ ഫുൾ ബാക്സ് 2 പേരും അത്യാവശ്യം പുഷ് ചെയ്യും. ആൻഡ് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുബാർസിയും അറോഹും. എനിക്ക് തോന്നുന്നില്ല നമ്മൾ എക്സ്ട്രാ അഗ്രസീവായിട്ട് നമ്മുടെ സെൻട്രൽ ബാക്സിനെ അങ്ങ് പുഷ് ചെയ്യും എബോവ് ദ ടച്ച് ലൈൻ. അത്ര അഗ്രസീവ് ലോകത്തില്ല. സോ നമ്മൾ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. കാരണം നമുക്കറിയാം അവർക്ക് പേസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും.
സോ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അവർ ചെയ്യാൻ പോകുന്നത് നെവസിൻ്റെ കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ട് അവർക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. നെവസ് ചെയ്യാൻ പോകുന്നതാണ്. സോ ഹക്കീമി ക്ക് ഒരു സപ്പോർട്ടായിട്ട് അവിടെ നെവസ് കാണും. ഇപ്പം ലീ ആണെങ്കിലും അതുപോലെ തന്നെ ബർക്കോളയാണ്. ലീ ഇപ്പം കവർ സ്കെയിൽ ആയിരുന്നെ കുറച്ചുകൂടെ പിച്ച് സ്ട്രെച്ച് ചെയ്യിപ്പിക്കാൻ ഉപയോഗിച്ചാണ്. പക്ഷേ ലീക്കും അത് ചെയ്യാൻ പറ്റും. ബട്ട് ഹി വിൽ ഡ്രോപ്പ്. മയൂലു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യാൻ മൂവ്. ഇപ്പോൾ അറ്റ്ലാന്റ മാച്ചിലൊക്കെ മയൂലു ആവറേജ് ഈ ഒരു വൈഡ് ഏരിയാസിൽ ഇപ്പം നെവസിന് സെൻട്രലിൽ കൂടുതൽ കവർ കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ മയൂലുവിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വൈഡ് ഏരിയാസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മയൂലുണ്ട്. പുള്ളി ഫിക്സർ ആയിരിക്കത്തില്ല. ഇപ്പോൾ പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഗോൺസാലോ റാമസ് ആണെങ്കിൽ വിൽ ഓപ്പറേറ്റ് ഇൻ ദി സീരീസ്. ഈ ഒരു ചാനൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അത് നമ്മുടെ സെൻറ്റർ ബാക്സിന് മേ ബി തലവേദന കൂടുതൽ സൃഷ്ടിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ സെൻറ്റർ ബാക്സിന് ഒരു പോയിന്റ് ഓഫ് ഫോക്കസ് ഉണ്ട്. ഓക്കെ, ഗോൺസാലോ റാമസ് ആണ്. മയൂലുവിൻ്റെ മൂവ്മെൻറ്റ്സ് വിൽ ബി കെയോട്ടിക്. പുള്ളി നല്ലപോലെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയറാണ്. ആൻഡ് മയൂലു മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിഡ്ഫീൽഡിൽ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ഇൻ പൊസഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഫ്രാങ്കി ഡിയോങ് വിൽ പുഷ്, പെഡ്രി വിൽ പുഷ്, ഡാനി ഓൾമോ വിൽ പുഷ്. നമ്മുടെ ഈ ഒരു 3 മാൻ മിഡ്ഫീൽഡ് ലെവൻഡോസ്കി മേ ബി വന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ യമാലിനോ റാഷ്ഫോർഡിനോ ഇൻവേർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും റാഷ്ഫോർഡ് എസ്പെഷ്യലി ആ ടച്ച് ലൈൻ വിങ്ങറായിട്ടായിരിക്കും യൂസ് ചെയ്യുക. യമാൽ ചിലപ്പോൾ ഇൻവേർട്ട് ചെയ്യുന്ന വരാം. നമ്മുടെ 2 ഫുൾ ബാക്സിനെ കൊണ്ട് നമ്മൾ ഇൻവേർട്ട് ചെയ്യിപ്പിക്കുന്നു ഇപ്പം തോന്നുന്നില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇവർ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റീനയും ഫാബിയാൻ റൂയിസും ഇപ്പം ബർക്കോളയുടെ നിന്നും പ്രസിംഗ് ഇൻസ്റ്റൻറ്റിയും കാംഗ്ലിയും സപ്പോർട്ട് ചെയ്യും. മയൂലുവിൻ്റെ കാലത്തു നിന്നും വർക്ക് ലോഡ് കിട്ടുകയും ചെയ്യും. സോ എവിടെ എക്സ്ട്രാ സപ്പോർട്ട് വേണം അങ്ങോട്ടേക്ക് മയൂലു മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ വിറ്റീന, നെവസ്, ഫാബിയാൻ റൂയിസ് അതോടൊപ്പം മയൂലുവും കൂടെ ഡ്രോപ്പ് ചെയ്തിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ മിഡ്ഫീൽഡിൽ നമ്മുടെ 4 vs 3 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഇവിടെ ലെവൻഡോസ്കിയുടെ സ്ഥാനത്ത് ഫെറാൻ ടോറസ് ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഡ്രോപ്പ് ചെയ്ത് മേ ബി 4 vs 4 സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട്. പക്ഷേ ലെവൻ സ്റ്റാർട്ട് ചെയ്താൽ ലെവൻഡോസ്കി സെൻറ്റർ ബാക്സിനെ ആയിരിക്കും എൻഗേജ് ചെയ്യിക്കുക. സോ ഇവിടെ യമാലിനെ ഇപ്പോൾ യമാൽ മെൻഡസ് വേഴ്സസ് യമാൽ ഒരു ബാറ്റിലായിരിക്കും. കൂടെ ബർക്കോളയുടെ കയ്യിൽ നിന്ന് ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കിട്ടും. സോ ഇവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ 2 ഫുൾ ബാക്സിൻ്റെ കയ്യിൽ നിന്നും അഗ്രസീവായിട്ടുള്ള കുറച്ച് അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് വരേണ്ട വരും ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം നമ്മുടെ വിങ്ങേഴ്സിനെ അവർ ഡബിൾ ഡൗൺ ചെയ്യും. സോ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി ഇപ്പോഴത്തെ ജെറാഡ് മാർട്ടിനാണ്. ബാൾഡേ ആയിരുന്നെങ്കിൽ ഐ തിങ്ക് ഇവിടെ കാംഗ്ലി കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്തേനെ. മേ ബി മയൂലുവിന് എക്സ്ട്രാ സപ്പോർട്ട് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വന്നേനെ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് 3 vs 3 ബാറ്റിൽ മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാം. ഫോഴ്സ് ഇപ്പം റാഷ്ഫോർഡും ജെറാഡ് മാർട്ടിനും ഇവിടെ, അല്ലെങ്കിൽ കുണ്ടയും എമാലും ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഫോഴ്സ് മയൂലു ടു മൂവ് ടു ഹിയർ. മയൂലുവിനെ ഫോഴ്സ് ചെയ്യുക ഈ ഒരു വൈഡ് ഏരിയയിലോട്ടോ, അല്ലെങ്കിൽ ഫാബിയൻ റൂയിസിനെ ഫോഴ്സ് ചെയ്യുക മയൂലുവിനെ മിഡ്ഫീൽഡിലോട്ടോ. സോ ഒരു 3 vs 3 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ നോക്കുക. സോ ലെറ്റ്സ് എമാലും കുണ്ട ഇവരൊരു കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അവർക്ക് ആ വൈഡ് ഏരിയാസിൽ 2 vs 3 ആക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡ് ലെറ്റ്സ് ഹിയർ 3 vs 3 സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദാറ്റ് കേസ് ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയുടെയും പ്രസ് അസിസ്റ്റൻ്റ് അബിലിറ്റി ടേക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള അബിലിറ്റി കൂടെ ഓൾമോ അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങിലും പെഡ്രിയിലും അവർ ഫോക്കസ് എക്സ്ട്രാ അഗ്രസീവ്ലി പോകുമ്പോൾ ഓൾമോ റിയലി ഇമ്പോർട്ടൻ്റ് ആവും. ഇഫ് ഓൾമോ ഒരു കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ ലെറ്റ്സ് വിറ്റീനയ്ക്കും റൂയിസിനും കൂടെ ഓൾമോയിലോട്ട് ഓവർ ശ്രദ്ധ കൊടുക്കേണ്ടി വരുവാണെങ്കിൽ 1 ഓഫ് പെഡ്രി ഓർ 1 ഓഫ് ഡിയോങ്ങിന് കൂടുതൽ ഫ്രീഡം വിത്ത് ദ ബോൾ കിട്ടും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ ലെവൻഡോസ്കിനെ ഗെയിമിനോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. സോ അവിടെ ഇപ്പോൾ ഫെറാൻ ടോറസ് ആണെങ്കിൽ പുള്ളിക്കും ഡ്രോപ്പ് ചെയ്ത് കൂടുതൽ കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ പിന്നെ കൂടുതൽ വർക്ക് ലോഡ് കൂടുതൽ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് നമുക്ക് ഫെറാൻ ടോറസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പക്ഷേ ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്തോളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സെൻറ്റർ ബാക്സിനെ നമുക്ക് കൂടുതലും ലെവൻഡോസ്കിയുടെ മേൽ ഫോക്കസ് വരുത്താനായിട്ടും ഇപ്പോൾ നമ്മുടെ 1 ഓഫ് ദ മിഡ്ഫീൽഡ്സ് ഇപ്പോൾ പെഡ്രിനെയോ ഡിയോങ്ങിനെയോ ഓൾമോയ്ക്കോ ഫ്രീ ആവാനായിട്ട് സാധിച്ചാൽ മേ ബി കൂടുതൽ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ലെവൻഡോസ്കിയുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് മൈറ്റ് ഹെൽപ്പ് അസ്. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം റാഷ്ഫോർഡ് ആണെങ്കിലും യമാലിനാണെങ്കിലും നല്ലൊരു മാച്ച് ആയിരിക്കും. കൂടെ നമ്മുടെ ഫുൾ ബാക്സ് രണ്ടുപേരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടുപേർക്കും ഡിഫെൻസീവ്ലിയും ട്രാക്ക് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഒഫൻസീവ്ലിയും കയറി പോകേണ്ട ആവശ്യമുണ്ട്. സോ നമ്മുടെ 2 ഫുൾ ബാക്സും ഷുഡ് ബി അവെയർ. ബർക്കോളയും കാംഗ്ലി ഒട്ടും മോശമല്ല. ബർക്കോള എക്സ്പെഷ്യലി കവറസ്കേലി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഡെമ്പലെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഡെസർഡൂവിൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഫുൾ ബാക്സിന് കുറച്ചുകൂടെ അഗ്രസീവ് ആവാം കമ്പയർഡ് ടു ഡെസർഡോയും. അതുപോലെ തന്നെ കവറസ്കേലി അവൈലബിൾ ആയിരുന്നെങ്കിൽ ലെഫ്റ്റിൽ അവരായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി നമുക്ക് കൂടുതൽ ഇഷ്യൂ ആയിരുന്നു ലെഫ്റ്റിലോ റൈറ്റിലോ. അപ്പോൾ ബർക്കോളയാണ് നമ്മൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ടീമിലൊരു വിങ്ങർ. കാംഗ്ലി മോശമല്ല, പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇൻ പൊസഷൻ സോ മിഡ്ഫീൽഡ് ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്യിപ്പിക്കരുത്. അതിന് നമ്മുടെ വിങ്ങേഴ്സ് ഹാസ് ടു പ്ലേ എ ഗ്രേറ്റ് റോൾ. അതുപോലെ തന്നെ ഓൾമോയുടെ മൂവ്മെൻറ്റ്സും വളരെ വൈറ്റലായിരിക്കും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോൾ ലൂസ് ചെയ്യുവാണ്, കൗണ്ടർ അറ്റാക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കൂടുതൽ അവെയർ ആയിരിക്കണം. കാരണം അവർ കൗണ്ടർ അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം കാംഗ്ലി വിൽ എക്സ്പ്ലോയിറ്റ് ദിസ് ഏരിയ, ബർക്കോള വിൽ എക്സ്പ്ലോയിറ്റ് ദിസ് ഏരിയ. കുണ്ടയ്ക്കും പുഷ് ചെയ്യണം, ജെറാഡ് മാർട്ടിനും ഡിഫെൻസീവ്ലി പുഷ് ചെയ്യണം, ബാക്കിലോട്ട് ഇറങ്ങണം. സോ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ജാവ നെവസിൻ്റെ മൂവ്മെൻറ്റ് വളരെ ക്രൂഷ്യൽ ആവാനായിട്ട് പോകുന്നത്. കാരണം ജാവ നെവസ് നാച്ചുറലി റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ഹക്കീമിക്ക് ഈ സെൻട്രൽ ചാനൽസിലോട്ട് റൺ നടത്താനായിട്ടുള്ള സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹക്കീമി ആ ടീമിലെ ഏറ്റവും ക്വിക്കസ്റ്റ് പ്ലെയറുമാണ്. കൗണ്ടർ അറ്റാക്സിലെ ഏറ്റവും മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയറുമാണ് ഹക്കീമി. സോ ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ജാവ നെവസ് ഈ മൂവ്മെൻറ്റ് നടത്തും. സോ മേ ബി നമ്മുടെ ഡിയോങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദ മിഡ്ഫീൽഡിലുള്ള ഒരു പ്ലെയറോ ജാവ നെവസിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റീന വിൽ പുഷ്, ഓൾമോയ്ക്ക് വിറ്റിമയോടൊപ്പം പുഷ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു സിറ്റുവേഷനിൽ പെഡ്രിക്ക് ഇപ്പോൾ അറോഹോ കുബാർസിയും ഡ്രോപ്പ് ചെയ്യും, കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെഡ്രി ഇത് ചെയ്യും. ആൻഡ് മയൂലു പതുക്കെ സെൻറ്ററിലൂടെയുള്ള റണ്ണുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ യമാൽ കുണ്ടെ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹക്കീമിയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യേണ്ട ആരാണ്? റാഷ്ഫോർഡ്. റാഷ്ഫോർഡിൻ്റെ കയ്യിൽ നിന്ന് ഡിഫെൻസീവ്ലി ഈ മാച്ചിൽ വർക്ക് ലോഡ് കിട്ടിയില്ലെങ്കിൽ തീർന്നു. കാരണം റാഷ്ഫോർഡ് മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യാതെ ത്രൂ ഔട്ട് ദ മാച്ച് പ്രസ് ചെയ്തേ പറ്റൂ, ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുത്തേ പറ്റൂ. കാരണം ഡിയോങ് നവസിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഹക്കീമിയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യേണ്ട റാഷ്ഫോർഡാണ്. അഥവാ നമ്മൾ ഹക്കീമിനെ ട്രാക്ക് ചെയ്തില്ലെങ്കിൽ ഫൈനൽ തേർഡ്, ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ ആ പ്രസ്സിങ് ഇൻറ്റൻറ്റ് വന്നില്ലെന്നോ, ഫൈനൽ തേർഡിലോട്ട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റർ ബാക്സ് മയൂലു, സോ പെഡ്രി വിൽ ഡ്രോപ്പ്, വിറ്റീന വിൽ പുഷ് ആൻഡ് ഫാബിയാൻ റൂയിസിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു റണ്ണ് കിട്ടാനായിട്ട് തുടങ്ങും. സോ വിറ്റീന ആൻഡ് പെഡ്രി ആൻഡ് ഫാബിയാൻ റൂയിസിൻ്റെ ഇടയിൽ നമുക്കൊരു ബാറ്റിൽ കാണാനായിട്ട് സാധിക്കും. സോ കുബാർസി മയൂലുവിൽ ശ്രദ്ധ വരും. സോ കാങ്ലി വിൽ പുഷ്, ജെറാഡ് മാർട്ടിൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബർക്കോള വിൽ പുഷ്, കുണ്ടയ്ക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. യമാലിൻ്റെ കയ്യിൽ നിന്ന് ഓഫ് ലോഡ് വർക്ക് ലോഡ് കിട്ടിയേ പറ്റും. കാരണം നുനോ മെൻഡസ് ഞാൻ ഹക്കീമിയുടെ അത്ര അഗ്രസീവ്ലി പുള്ളി പുഷ് ചെയ്യത്തില്ല. പക്ഷേ നോക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ദേ വിൽ പുഷ്, ന്യൂനോ മെൻഡസ് അത്യാവശ്യം പുഷ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഹക്കീമി മാത്രമാണ് ഇവിടെ അൺമാർക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ. സോ ഹക്കീമിനെ റാഷ്ഫോർഡ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിനാരിയോ ആണ്. റാഷ്ഫോർഡ് ഇവിടെ ലേസി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഹക്കീമി വിൽ മേക്ക് ദോസ് റൺസ്. മയൂലു നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് സൈഡ് റൺസ് എന്നൊക്കെ പറയുന്നത് ഹക്കീമിയുടെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ കാണത്തില്ല. മയൂലു വിൽ ക്രിയേറ്റ് സ്പേസ്. ഇപ്പം കാങ്ലീനെ കുബാർസിക്ക് ഒരു എക്സ്ട്രാ കവർ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. വൺ ഓഫ് ദ വൈഡ് ഏരിയാസിലോട്ട് അല്ലെങ്കിൽ അറോഹോൻ ഇങ്ങോട്ടൊരു കവർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുവാണ്. മയൂലൂടെ മേൽ കുബാർസി ഒരു ഐ കീപ്പ് ചെയ്യാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഹക്കീമി വിൽ എക്സ്പ്ലോർ ദീസ് ഏരിയാസ്. അഥവാ നമ്മുടെ ഹക്കീമിയുടെ റണ്ണ് ട്രാക്ക് ചെയ്യുവാണ്, പെഡ്രി അങ്ങോട്ട് ഈ മൂവ്മെൻറ്റ്സ് നടത്തുവാണെങ്കിൽ ഫാബിയൻ റൂയിസ് വിൽ എക്സ്പ്ലോർ ദിസ് ഏരിയ. സോ അതാണ് പറയുന്നത്, വി ഹാവ് ടു ബി കെയർഫുൾ. റാഷ്ഫോർഡ് ഹക്കീമിയോടൊപ്പം കാണണം. അഥവാ റാഷ്ഫോർഡ് നെവസിനെ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ ഡിയോങ് ക്യാൻ ഡു ദാറ്റ് റോൾ. സോ റാഷ്ഫോർഡ് ഏതർ നെവസ് അല്ലെ ഹക്കീമിയുടെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്തില്ലെങ്കിൽ പൊസഷൻ നമ്മൾ ലൂസ് ചെയ്യുമ്പം അത് ഭയങ്കര പണിയായി തീരും എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ അടുത്തതായിട്ട് PSG ബിൽഡപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിൽഡപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, മയോലോ വിൽ ഡ്രോപ്പ്. അവർ സംഭവിക്കാൻ പോകുന്ന അവർ മിഡ്ഫീൽഡ് ഒരു ന്യൂമെറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ലെവൻഡോസ്കി ഹാസ് ടു പ്രസ്. സബ്രാനിയും പാച്ചോയും ഗുഡ് ഓൺ ദ ബോൾ ആണ്. ലൂക്കാസ് ഷെവലിയർ ഈക്വലി ഗുഡ് ആണ്. സോ ലെവൻഡോസ്കിയുടെ നിന്ന് എക്സ്ട്രാ അഗ്രസീവ് വർക്ക് ലോഡ് അപ്പ് ഫ്രണ്ട് കിട്ടിയേ പറ്റും. ആൻഡ് അതിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് സോ ഇവർ മിഡ്ഫീൽഡ് ഓൾറെഡി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവരൊരു ഇപ്പോൾ ഓൾമോ വിൽ ഡ്രോപ്പ്, വിറ്റീനയുടെ മേൽ ഓൾമോ നിൽക്കുകയാണെങ്കിൽ മയൂലു വിൽ ഓൾസോ ഡ്രോപ്പ്. സോ അവർ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മയൂലു ഡ്രോപ്പ് ചെയ്ത് ഇവരൊരു 4-man മിഡ്ഫീൽഡ് ഫോം ചെയ്യുകയും ആൻഡ് നമ്മുടെ 3-man മിഡ്ഫീൽഡിന് മേലെ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ഫുൾ ബാക്സിനെ വെച്ച് നമ്മൾ ഇൻവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഇഷ്യൂ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വൺ ഓഫ് അവർ സെൻറ്റർ ബാക്ക് ലെറ്റ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാണ് ആ ഒരു എക്സ്ട്രാ പ്ലെയറിനെ കവർ ചെയ്യാനായിട്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ബർക്കോള ഓവർലി എന്നാ പറയുക, കുണ്ട വേഴ്സസ് ബർക്കോള, കുണ്ടയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യും. സെയിം സിനാരിയോ ഇപ്പോഴത്തെ കവറേജ് സ്കെയിൽ ആയിരുന്നെങ്കിൽ കൂടുതൽ ഡേഞ്ചറസ് ആണ്. ബട്ട് കാങ്ലിയും ഈക്വലി ഗുഡാണ്, നല്ല പേസർ പ്ലെയറാണ്. കുബാർസിയും സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ കാങ്ലി ക്യാൻ എക്സ്പ്ലോയിറ്റ്. സോ നമ്മൾ അവിടെയും കുറച്ച് അവെയർ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫെൻസീവ്ലി കൂടുതൽ അവെയർ ആയിരിക്കും ഈ മാച്ചിലോട്ടുന്നൊരു ഫീൽ ഉണ്ട്. സോ അവർ ഓൾറെഡി ഈ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അവർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെവൻഡോസ്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഇപ്പോൾ ഫെറാൻ ടോറസ് ആണെങ്കിൽ ഇത് അവർ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യും. ബട്ട് ലെവൻഡോസ്കി ആണെങ്കിൽ ലൂക്കാസ് ഷെവലിയർ ഇസ് എ റിയലി ഗുഡ് ബോൾ പ്ലേയിങ് കീപ്പർ. നമുക്ക് ജോൺ ഗാർഷ്യല ഷെസ്നിയാണ്, നമുക്ക് ഷെസ്നിയെ വെച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ലീഗിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം പാച്ചോ സ്റ്റെപ്പ് അപ്പ് ചെയ്യും പതുക്കെ ഫ്രണ്ടിലോട്ട്, ലൂക്കാസ് ഷെവലിയറും സബ്രാനീനെ യൂസ് ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ബിൽഡപ്പ് ചെയ്യും ആ 2-man ആയിട്ട്. അല്ലെങ്കിൽ ഇവർ 3-man ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഫെറാൻ ടോറസ് ആണ് ലെവയുടെ സ്ഥാനത്തെങ്കിൽ ഇത് ഈസി ആയിരിക്കത്തില്ല. അവർ ആ 3-man ബിൽഡപ്പ് തന്നെ ശ്രമിക്കുകയാണ്. ഫെറാൻ്റെ അതിന് എക്സ്ട്രാ അഗ്രസീവ് വർക്ക് ലോഡ് കിട്ടും. പക്ഷേ ലുവൻഡോസ്കി ആണെങ്കിൽ ഐ തിങ്ക് പാച്ചോ മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ടും ഷെവലിയാറും സബ്രാനിയും കൂടെ ആ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരാൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാച്ചോ ഒരു എക്സ്ട്രാ മാനായി മേ ബി ഓൾമോസ്റ്റ് ഫോക്കസ് പാച്ചോലോട്ട് പോവുകയും വിറ്റീന ഫ്രീ ആവുകയും വിറ്റീനയിലോട്ട് ലെറ്റ്സ് സബ്രാനിയുടെ കയ്യിൽ നിന്നൊരു പാസ്
അല്ലെങ്കിൽ ഷെവലിയാറിൻ്റെ കയ്യിൽ നിന്നൊരു പാസിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പം കാണാം. വെച്ചാൽ ലെവൻഡോസ്കി സബ്രാനിലോട്ട് പോകണം, സബ്രാനി ക്വിക്ലി ഷെവലിയാറിലോട്ട് മൂവ് ചെയ്യാണ്. വിറ്റീന വിൽ മേക്ക് ദാറ്റ് മൂവ്. വിറ്റീനയിലോട്ട് ആ ഒരു ഫ്രീ പാസിംഗ് ലൈൻ ഓപ്പൺ ആവുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സോ ഇവിടെ നിന്ന് വിറ്റീന ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ വിറ്റീനേനെ ഫ്രീ ആക്കരുത്. അഥവാ വിറ്റീനയുടെ ഇപ്പോൾ പാച്ചോ ഫ്രീ ആവുകയാണ്, ഇപ്പോൾ ഓൾമോ വിറ്റീനയുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ്, ലെറ്റ്സ് പാച്ചോ മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. പാച്ചോലോട്ട് ഒരു പാസിംഗ് ലൈൻ ഓപ്പൺ ആവുകയാണെങ്കിൽ ഏതർ ഓൾമോ പാച്ചോലോട്ട് പോകും, അല്ലെങ്കിൽ ലെറ്റ്സ് പെഡ്രി പാച്ചോലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഫാബിയാൻ റൂയിസ് ഫ്രീ ആവുകയാണ്, ഫാബിയാൻ റൂയിസിനെ റിലീസ് ചെയ്യുന്നു. ലെറ്റ്സ് അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ അതാണ് പറഞ്ഞത്, PSG ബിൽഡപ്പിൽ ലെറ്റ്സ് നമ്മളെക്കാളും കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ബിക്കോസ് ഷെവലിയർ ഈസ് സ്റ്റാർട്ടിങ്. ആൻഡ് ഇവൻ ദോ ഒരു ഫിസിക്കൽ പ്രസൻസ് ലെവൻഡോസ്കി ആക്റ്റീവ് എങ്കിലും ഇപ്പോൾ ബിൽഡപ്പ് ഫേസിൽ ലെറ്റ്സ് ഫെറാൻ ടോറസ് ആണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇത്ര ഈസി ആയിരിക്കത്തില്ല ചെയ്യാനായിട്ട്. സോ ലെവൻഡോസ്കി ഓർ ഫെറാൻ ടോറസ് ആ കാര്യത്തിൽ ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ഫ്ലിക്ക് എടുക്കാൻ പോകുന്നതെന്നുള്ള ഡിസിഷൻ. സോ ലെറ്റ്സ് ഇവിടെ അതായിരിക്കും അവർ ബിൽഡപ്പ് ഫേസിൽ ചെയ്യാൻ പോകാനായിട്ടൊരു ഐറ്റം. സോ അവർ വൺ ഓഫ് ദ മിഡ്ഫീൽഡേഴ്സ് ഏതർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാബിയാൻ റൂയിസിനെയോ വിറ്റീനിയനെയോ നെവസിനെയോ ഇതിൽ ഈ സെയിം നമ്മൾ ഈ ഫാബിയാൻ റൂയിസിനെ ഇപ്പുറത്ത് കാണിച്ച പോലെ സെയിം സിനാരിയോ ക്യാൻ ബി യൂസ്ഡ് ഇൻ ജാവ നെവസിൻ്റെ കേസ്. ഇവിടെ പാച്ചോലോട്ട് ബോൾ പോകുന്നു, പാച്ചോ ഫ്രീ ആവുന്നു. ഇപ്പോൾ ലെറ്റ്സ് ഓൾമോ പുഷ് ചെയ്യുവാണ്, ഇവിടെ വിറ്റീനയിലോട്ട് ഡിയോങ്ങിന് പുഷ് ചെയ്യേണ്ടി വരുവാണ്. സോ ഇവിടെ പാച്ചോടെ പാസിംഗ് ഓപ്ഷൻ നെവസ് ഫ്രീ ആവണം, നെവസിനെ ഫൈൻഡ് ചെയ്യുന്നു, നെവസിന് റൺസ് നടത്താനായിട്ടുള്ള സ്പേസ് കിട്ടുവാണ്. സോ അവരൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ നമ്മൾ ആ കാര്യത്തിൽ അവെയർ ആയിരിക്കണം. സോ അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ PSG എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കാൻ പോകുന്നില്ല. അവർ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. ലാസ്റ്റ് സീസൺ എവേ മാച്ചസിൽ നമ്മളത് കണ്ട കാര്യമാണ്. കാരണം അവരെ ബാക്ക് 3 ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ന്യൂനോടെ അതിന് എക്സ്ട്രാ അഗ്രസീവ് പുഷ് ചെയ്ത് യമാലിനെ അവർ ഫ്രീ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ന്യൂനോ വേഴ്സസ് യമാൽ, മെൻഡസിനെ അവരൊരു തേർഡ് ബാക്കായിട്ട് ഇൻ പൊസഷൻ ഹയർ ഓഫ് ദ പിച്ച് അവർ യൂസ് ചെയ്യും. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക, ഇപ്പം നമ്മുടെ ഡിഫൻസീവ് ട്രാൻസിഷൻ അഥവാ നമ്മുടെ ഡിഫൻസീവ് തേർഡ് അവരെ അറ്റാക്കിംഗ് തേർഡിലോട്ട് അവർ വരുവാണ്. സോ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലെറ്റ്സ് മയൂലു ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഗോൺസാലോ റാമോസ് ആണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ 2 സെൻറ്റർ ബാക്സും കൂടുതൽ എൻഗേജർ ആയിരിക്കും, ആ ഒരു പ്ലെയറിന് മേൽ ശ്രദ്ധ കാണും. പക്ഷെ മയൂലുവിൻ്റെ അവർ കിട്ടാൻ പോകുന്ന പുള്ളി ഡ്രോപ്പ് ചെയ്യും, സ്പേസസിലോട്ട് മൂവ്മെൻറ്റ് നടത്തും. മയൂലുവിൻ്റെ മൂവ്മെൻറ്റ് പെഡ്രീനെ മൂവ് ചെയ്ത് ഫാബിയൻ റൂയിസിന് പുള്ളി ആ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സിനാരിയോയിൽ മറ്റൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, മയൂലു ക്യാൻ മൂവ് 2 സൈഡിലോട്ട് മൂവ് ചെയ്ത് അവിടെ ബിൽഡപ്പിൽ അഥവാ ഫൈനൽ തേർഡിൽ എത്തുമ്പോഴേക്കും ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അവിടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ബോക്സിലപ്പം മിസ് ചെയ്യും, ഒരു ടാർഗറ്റ് മാൻ. നോക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫൈനൽ തേർഡിലോട്ട് ഇവിടെ വരുവാണ് ഓൾമോ ഇത്. സോ ഇവിടെ ലെവൻഡോസ്കിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ലെവൻഡോസ്കി ഡീപ്ലി ഡ്രോപ്പ് ചെയ്ത് ആ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറായിട്ട് ഓഫ് ദ ബോൾ ആക്റ്റീവ് ഒന്ന് പ്രതീക്ഷിക്കേണ്ട. പുള്ളി ട്രാൻസിഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മറ്റുമൊക്കെ ആയിട്ട് പുള്ളി ഹെൽപ്പ് ചെയ്യും ഡിഫൻസീവ്ലി, ബട്ട് ഹി വിൽ ബി ഹയർ ഓഫ് ദ പിച്ച്. നമ്മൾ യമാലിനെയും കൂടുതൽ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്രണ്ട് നിർത്താനായിട്ട് ശ്രമിക്കും. ബട്ട് യമാലിൻ്റെ നിന്ന് നമുക്ക് അത്യാവശ്യം വർക്ക് ലോഡ് കിട്ടിയേ പറ്റും, കാരണം കുണ്ടെ വേഴ്സസ് ബർക്കോള അവിടെ കുണ്ടെ ഓവർലി എക്സ്പോസ്ഡ് ആവരുത്. സോ യമാലും അത്യാവശ്യം ട്രാക്ക് ബാക്ക് ചെയ്യും, ബട്ട് യമാലിനെ നമ്മൾ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റുമാണ് യമാൽ. നമ്മൾ ഒഫൻസീവ്ലിയും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കണമല്ലോ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, മയൂലു ഡ്രോപ്പ് ചെയ്യുന്ന ഈ ഒരു സിനാരിയോയിൽ ഇവിടെ അവരൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടു, 4 vs 3 സിറ്റുവേഷൻ. നമ്മുടെ ഓൾമോ ഡിയോങ് ഇതിനു വരെ 4 മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് അവർ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ കുബാർസിയോ അറോഹോ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ കാംഗ്ലി ആൻഡ് ബർക്കോള റിയലി ഗുഡ് ആണ് 1-on-1. അവർ മാർട്ടിനെയും കുണ്ടനെയും ടേക്ക് ഓൺ ചെയ്ത് ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ ഒരു സിനാരിയോ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹക്കീമി നാച്ചുറലി ഇൻവേർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ്. സോ ഹക്കീമി നാച്ചുറലി ഇൻവേർട്ട് ചെയ്യുമ്പോൾ നെവസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നെവസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഡിയോങ് മൂവിയാണ്. ഹക്കീമി ഈ ഒരു സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റാഷ്ഫോർഡ് ഹക്കീമിയോടൊപ്പം കാണണം. റാഷ്ഫോർഡ് നമുക്ക് വിങ് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഹക്കീമി സെൻട്രലി ഇൻവേർട്ട് ചെയ്ത് കയറുമ്പം, കാരണം ഡിയോങ്ങിന് പാടുവിടും. ഇപ്പം നെവസിനോടൊപ്പം മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഹക്കീമിയുടെ മൂവ്മെൻറ്റ് ആൾ ട്രാക്ക് ചെയ്യുമ്പോഴേക്കും ജാവ നെവസ് അപ്പുറത്ത് ഫ്രീ ആവാം. സോ അതാ പറയുന്ന റാഷ്ഫോർഡ് ഹാസ് ടു ഡ്രോപ്പ്. റാഷ്ഫോർഡ് ഹക്കീമിയോടൊപ്പം മൂവ് ചെയ്ത് നമുക്ക് ഡിഫെൻസീവ്ലി അവർക്ക് ഓവർ കൊടുത്തേ പറ്റും. സോ ഈ ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ ഫെറാൻ ടോറസ് ആയിരുന്നെങ്കിൽ ഹീ വിൽ ഡ്രോപ്പ്, കൂടുതൽ ഡ്രോപ്പ് ചെയ്യും. ആ സിറ്റുവേഷൻ ശരിയാണ്, നമുക്ക് ബോൾ ഓവർ ദ ടോപ്പ് നമ്മൾ പോവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പ്രസൻസ് കാണത്തില്ല. പക്ഷേ ഇപ്പോൾ ഫെറാൻ ടോറസ് ആണ് ഈ ഒരു സിനാരിയോ എങ്കിൽ ഹി വിൽ ഓൾസോ ഡ്രോപ്പ്. ആൻഡ് ന്യൂമറിക്കലി നമ്മൾ അവരോടൊപ്പം മാച്ച് ചെയ്യാനായിട്ട് ഫെറാൻ ടോറസ് ഹെൽപ്പ് ചെയ്യും. ബട്ട് ലെവൻഡോസ്കിനെ നമുക്ക് ഓഫൻസീവ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ലെവൻഡോസ്കി മേ ബി ഫെറാനേക്കാളും ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ യൂസ്ഫുള്ളുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ന്യൂനോ മെൻഡസിൻ്റെ എക്സ്ട്രാ അഗ്രസീവ്ലി പുള്ളി പുഷ് ചെയ്യുമെന്ന് തോന്നുന്നില്ല, കാരണം പുള്ളി യമാലിനോടൊപ്പം ക്ലോസ് ആയിട്ട് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കും. സോ ഈ ഒരു സിനാരിയോയിൽ ഹക്കീമിയുടെ മൂവ്മെൻറ്റ്സ് റാഷ്ഫോർഡ് സ്റ്റാക്ക് ചെയ്യണം.
നമ്മുടെ കുബാർസി ആണെങ്കിലും അറോഹോ ആണെങ്കിലും ഷെസ്നി ആണെങ്കിലും അവെയർ ആയിരിക്കണം. കാരണം മയൂലു ആണെങ്കിലും ഇപ്പം കാംഗ്ലി ആണെങ്കിലും ബർക്കോള ആണെങ്കിലും ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ലെറ്റ്സെ ബർക്കോള ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്പേസിലോട്ട് ലെറ്റ്സെ പെഡ്രി ഫോക്കസ് ഒന്ന് പോവാണ്, മയൂലു മൂവ്മെൻറ്റ് നടത്തുവാണ്, പെഡ്രിയെ ബ്ലോക്ക് ചെയ്യാണ്, റൂയിസ് ക്യാൻ റൺ. അതുപോലെ തന്നെ ഹക്കീമിയുടെ മൂവ്മെൻറ്റ്സ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്നൊരു സിനാരിയോ ആണെങ്കിൽ ലെറ്റ്സെ റാഷ്ഫോർഡിൻ്റെ കയ്യിൽ നിന്ന് ആ വർക്ക് ലോഡ് കിട്ടുന്നില്ല, ഡിയോങ്ങിനെ നെവസ് മാറ്റും, ഹക്കീമിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു മൂവ്മെൻറ്റ് വരും. കാരണം ഈ സ്പേസസ് ഓപ്പൺ അപ്പ് ആവും. കാരണം വി ക്യാനോട്ട് ലെറ്റ് വിറ്റീന ലീവ് ഫോർ ഫ്രീ. ഇപ്പം ഓൾമോ ലെറ്റ്സെ ഹക്കീമിൽ ചാടി വീഴുവാണ്. ഓക്കെ, വിറ്റീന ഈസ് റിയലി ഗുഡ് ബ്രോ. അവർക്ക് എല്ലാവരും വിറ്റീന ആണെങ്കിലും ഫാബിയാൻ റൂയിസ് ആണെങ്കിലും ഈവൻ ജാവ് നെവസ് ആണെങ്കിലും ഈ ബോക്സിലോട്ട് റണ്ണ് നടത്താനായിട്ട് എക്സ്പേർട്സുകളാണ്. ഇവർ 3 പേരും ഗോൾ സ്കോറിംഗ് ത്രെറ്റ്സാണ്. വിറ്റീനയും ജാവ് നെവസും ഫാബിയാൻ റൂയിസും 3 പേരും ഗോൾ സ്കോറിംഗ് ത്രെറ്റാണ്. 3 പേർക്കും പേസ് ഉണ്ട് ആൻഡ് 3 പേർക്കും സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് റണ്ണ് നടത്തി പെനൽറ്റി ബോക്സിലോട്ട് വന്ന് കംഫർട്ടബിളി എന്താ പറയുക ഒരു സ്ട്രൈക്കേഴ്സ് ഫിനിഷ് നടത്താനായിട്ട് കപ്പാസിറ്റിയുള്ള 3 പ്ലേയേഴ്സുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവൻ ഈ നമ്മൾ ഹക്കീമിനെ ബ്ലോക്ക് ചെയ്യുവാണ് റാഷ്ഫോർഡിൻ്റെ കയ്യിൽ നിന്ന് വർക്ക് ലോഡ് വന്നില്ലെങ്കിൽ, നെവസോ വിറ്റീനയോ റൂയിസോ ഇതിൽ ഒരാൾ ഫ്രീ ആയാൽ മതി, അവർ ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അല്ലാതെ ഹക്കീമിക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ബട്ട് ഹക്കീമി ഹാവ് ദാറ്റ് എക്സ്ട്രാ പേസ്. സോ അതിനകത്ത് തന്നെ ഈസി ആയിരിക്കത്തില്ല ട്രാക്ക് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് റാഷ്ഫോർഡ് ഹാസ് ടു ബി അവെയർ ഓഫ് ദ ബോൾ. സോ ഇതാണ് എനിക്ക് ഓവറോൾ പറയാനായിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. നിങ്ങളുടെ എന്തായിരിക്കും ഈ മാച്ചിലെ ഒരു ടാക്ടിക്കൽ ഐറ്റം ആകാൻ പോകുന്നത്, ആരായിരിക്കും ഒരു സൂപ്പർ പ്ലെയർ ആകാൻ പോകുന്നതെന്നൊരു ഫീൽ പറയാം. ഐ തിങ്ക് ഓൾമോ ഇൻ റാഷ്ഫോർഡ്, എസ്പെഷ്യലി ഓൾമോ ഒരു കീ പ്ലെയർ ആയിരിക്കും ബാർസലോണയ്ക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ. ആൻഡ് അപ്പുറത്ത് അവരുടെ മയൂലുവിൻ്റെ നമുക്ക് മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചാൽ, മയൂലുവിനെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ സാധിച്ചാൽ വെച്ചാൽ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി അവർക്ക് കിട്ടുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു ഫീലുണ്ട്. സോ ഐ തിങ്ക് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇഞ്ചറി വറീസ് ഉണ്ടെങ്കിലും PSG-യുടെയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മിഡ് 3യും ബാക്ക് 4ഉം തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ബട്ട് ഫ്രണ്ടിലുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അറ്റാക്കിൽ നമുക്കും റഫീനെ ഇല്ല, അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. സോ 2 ടീമിനെ ഇഞ്ചുറീസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇതൊരു നല്ല മത്സരം ആവട്ടെ. നല്ലൊരു ആ ഒരു ഇഞ്ചുറീസും മറ്റേ വിഷയമൊക്കെ വിട്ട് പിച്ചിൽ 2 ടീമും ആ ഒരു വിക്ടറിക്ക് വേണ്ടി പുഷ് ചെയ്യട്ടെ എന്നാണ് തോന്നുന്നത്. സോ നിങ്ങളുടെ പ്രഡിക്ഷൻസ് പറയുക ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഉള്ള ആൻഡ് ലൈനപ്സിലുള്ള നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ അതർ ഒബ്സർവേഷൻസ് പറയാനുണ്ട്, അതും കൂടെ പറയുക. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും